എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണുസുതിയാണ്. രേണുസുതി ഇല്ലാത്ത കാര്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഉപ്പില്ലാത്ത കഞ്ഞി ഇല്ല എന്ന് പറഞ്ഞ കണക്ക് നമ്മുടെ രേണുസുതി ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ ആണ് ഇപ്പോൾ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി എപ്പോഴൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് ചോർത്തിയെടുത്ത് റിയാക്ഷൻ വീഡിയോക്കാർ പബ്ലിക്കാക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതേക്കുറിച്ചിട്ട് പുള്ളിക്കാരത്തി പറയുന്നത് നമുക്ക് കേട്ടിട്ട് വരാം. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറി ഇരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവാണ്. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളെ ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ്. ഞാൻ ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാളും ഏത് നാറിയാണെങ്കിലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസം എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളുടെ ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തില്ല? ഞാൻ ഇനിയും ലൈവ് പോകും. ഞാൻ എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. നീ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കേറിയിട്ട് ചെറ്റകള് അത് ആസ്വദിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇതാണ് പുള്ളിക്കാരത്തിയുടെ ഒരു പരാതി എന്ന് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, പുള്ളിക്കാരത്തി ഇപ്പൊ ഈ അടുത്ത സമയത്ത് നമ്മുടെ കന്നാലി കാണിക്കുന്ന ഒരു പരിപാടി കാണിച്ചു. അതായത് നമുക്കറിയാം, നമ്മള് പറമ്പിലൊക്കെ നമ്മുടെ പശുവിനെയൊക്കെ അഴിച്ചു കെട്ടുന്ന സമയത്ത് അതുകടെയൊക്കെ മൂക്കിന്റെ അവിടെയൊക്കെ വന്നിട്ട് ഈ ഈച്ചയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ പശു കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് പശുവിന്റെ 7 മീറ്റർ നീളമുള്ള നാവ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആ ചുണ്ടിന്റെ അല്ലെങ്കിൽ ആ മുഖത്തിന്റെ ഭാഗത്തിരിക്കുന്ന ആ ഒരു എന്താണ് കൃമികീടങ്ങളൊക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ അല്ലെങ്കിൽ കാടിയൊക്കെ കുടിച്ചിട്ട് വേസ്റ്റ് ഒക്കെ ഇരുന്നാലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അത് ഈ ഒരു പുള്ളിക്കാരത്തി കാണിച്ചു. അപ്പൊ അതിന് ലീക്കായി. അപ്പൊ ഇതെടുത്തിട്ട് നമ്മൾ ഓരോരുത്തരും റിയാക്ട് ചെയ്തു. അപ്പോൾ ഞാനങ്ങനെ അത്ര വലുതായിട്ടൊന്നും ചെയ്തില്ല, എന്നാൽ പോലും നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇതിനെതിരെ പുള്ളിക്കാരത്തി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പുള്ളിക്കാരത്തി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലിപ്പ് കംപ്ലൈന്റ് ആയിരുന്നു, അതായത് പുള്ളിക്കാരത്തിയുടെ ചുണ്ട് പൊട്ടിയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഉമിനീര് തേച്ചു കൊടുത്തതാണെന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു പുള്ളിക്കാരത്തി കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, സാധാരണ ചുണ്ടിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുണ്ടിൽ നാവുകൊണ്ട് തൊടാനേ പാടില്ല. കാരണം അത്രയധികം ഈ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാരക വിഷങ്ങൾ, നമ്മളെല്ലാവരും ലിപ്സ്റ്റിക് ഇടാറുണ്ട്, പക്ഷേ ലിപ്സ്റ്റിക്കിൽ ഒരുപാട് മാരകമായിട്ടുള്ള വിഷങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നാവിലൊന്നും പറ്റിക്കരുത്, അതൊട്ടും ശരിയായ പ്രവണതയല്ല. ചുണ്ട് പൊട്ടിയിരുന്നെങ്കിൽ പുള്ളിക്കാരത്തേക്ക് ഇത്തിരി നെയ്യോ അല്ലെങ്കിൽ ചുണ്ടിൽ ഇത്തിരി എണ്ണയോ വാസലിൻ ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. പക്ഷെ അടിച്ചുണ്ടിലും അല്ലല്ലോ, മീതേലത്തെ ചുണ്ടല്ലേ പുള്ളിക്കാരത്തി ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ കുളിസിതങ്ങൾ കാണിച്ചു കൂട്ടുക, പിന്നീട് അതിനെ വന്നിരുന്നിട്ട് ന്യായീകരിക്കുക. ഇത് സ്ഥിരമായിട്ട് പണ്ടേ പുള്ളിക്കാരത്തേക്ക് ഉള്ള ഒരു ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി ഇപ്പൊ വീണ്ടും പുതിയൊരു സബ്സ്ക്രിപ്ഷൻ ലീക്ക് ആയിട്ടുണ്ട് പുള്ളിക്കാരത്തിയുടെ. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഇവിടെ സൈഡിൽ കൊടുക്കാം. സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല ആരോഗ്യത്തോടും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഞാൻ ലൈവിൽ വരാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, ലൈവിൽ വരുന്നതായിരിക്കും. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, എൻ്റെ ലൈവ് ലീക്കാക്കുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ട്. എനിക്കതൊന്നും ഇല്ല, എനിക്കവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ലൈവിൽ വരും. സോ അടിപൊളി. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തി ഇതേ തെളിയിച്ചിരിക്കുന്നു. പുള്ളിക്കാരത്തി എന്തായാലും ആരൊക്കെ എത്രയൊക്കെ അപമാനിച്ചു കഴിഞ്ഞാലും പുള്ളിക്കാരത്തി എങ്ങോട്ടും ഓടി പോകത്തില്ല, ഇവിടെയൊക്കെ തന്നെയുണ്ട്. പുള്ളിക്കാരത്തി എപ്പോഴായാലും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവും. സബ്സ്ക്രിപ്ഷൻ വിടുന്ന പരിപാടിയേ ഇല്ല എന്ന് പുള്ളിക്കാരത്തി തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രിപ്ഷനിലൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരത്തി. അപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും പുള്ളിക്കാരത്തി എന്തായാലും ആള് പാവമല്ലേ, എന്തായാലും ആള് ഒരു പാവമാണ്. ആ പാവം കൊച്ചിനെ വെറുതെ വിടൂ, പാവം വിധവയെ വെറുതെ വിടൂ, പാവം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ചേച്ചിമാരൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്ത് പറയാനാണ്? എത്ര പറഞ്ഞിട്ടും ഒരു നാണവും മാനവും ഇല്ലാതെ കുറെ എണ്ണം. ഇവളുടെ ആരാധകരെന്ന് പറയുമ്പോൾ തന്നെ ഇവളുടെ സംസ്കാരമല്ലേ കാണുള്ളൂ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിയുടെ പുതിയ വീഡിയോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ബോസിലുണ്ടായിരുന്ന ചില മൊയന്തകളെയൊക്കെ വിളിച്ചിട്ട് ക്രിക്കറ്റിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിപ്പ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പറയുന്ന നമ്മുടെ കൂണു സുധിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രിക്കറ്റിന് വേണ്ടിയിട്ട് വന്ന ആ ഒരു സമയത്ത് ഹനാനെ കണ്ടിട്ട് ഹനാൻ ഈ പുള്ളിക്കാരത്തിയുടെ മൈൻഡ് ചെയ്തില്ലെന്നോ, ഈ ഒരു പുള്ളിക്കാരത്തി ഹനാനെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരത്തിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ നടക്കുന്ന പുള്ളിക്കാരത്തി കൊണ്ടു കിടക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകർ എന്ന് അവരെ പറയാമോ എന്തോ, റീൽസ് ഓളികൾ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം കൂടുതലും റീൽസ് അല്ലേ അവരെടുക്കുന്നത്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ അവർ ഇപ്പോൾ ഒരു പുള്ളിക്കാരത്തിയോട് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹനാന്റെ ആ ഒരു സംഭവം ചോദിക്കുകയാണ്, ഹനാനെ കണ്ടിട്ട് എന്താണ് മിണ്ടാത്തത് എന്നൊക്കെയുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ഒരു പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ കേൾക്കണ്ടേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കേൾക്കാനായിട്ട് കാത്തിരിക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് വരാം. നമ്മളൊരു സുഹൃത്തായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് നിന്ന് സന്തോഷമായിട്ട് തിരിച്ചു പോയിട്ട് നമ്മളെപ്പറ്റി നെഗറ്റീവ്
അത് വെറും നെഗറ്റീവ്. എന്തുമാകട്ടെ, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇനിയും പറയാണ്, അത് സത്യമാണേലും കള്ളമാണേലും അതെന്റെ പേഴ്സണൽ കാര്യം. മനസ്സിലായോ? അത് ഇങ്ങനെ വൃത്തികേടായിട്ട് പറഞ്ഞു നടക്കുന്ന ആളുടെ അടുത്ത് ഞാൻ ഒരിക്കലും എനിക്കത് മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഞാൻ കണ്ടിട്ട് മിണ്ടിയില്ല. ഇവിടെ പുള്ളിക്കാരത്തി ആ ഒരു ഹനാൻ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യമാണ്. അതായത് സ്തുതി മരണപ്പെട്ടതിന് ശേഷം ഈ പറയുന്ന പുള്ളിക്കാരത്തി പ്രഗ്നന്റ് ആയെന്നും അത് പിന്നീട് അബോർട്ട് ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടി ആയിട്ട് പുള്ളിക്കാരത്തി പറയുന്നത് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നല്ല ഇവള് പറയുന്നത്. ഇവര് പറയുന്നതെന്ന് വെച്ചാല് അത് പുള്ളിക്കാരത്തിന്റെ പേഴ്സണൽ കാര്യമാണ്. ഇപ്പൊ എങ്ങനെയാണെങ്കിലും ഇപ്പം ഹനാൻ എന്താണ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്താണ് അത് അവളുടെ പേഴ്സണൽ കാര്യമാണ്. ആണെങ്കിൽ എന്താ അല്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെയുള്ള തട്ടുമുട്ട കാര്യങ്ങളാണ് പുള്ളിക്കാരത്തി പറയുന്നത്, വിളിച്ച് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്റെയൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സാവാച അറിയാത്തൊരു കാര്യം ഒരാള് നമ്മളെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായും ഞാനൊക്കെ ആണെങ്കിൽ പൊട്ടിത്തെറിക്കും. പക്ഷെ ഇവിടെ ഇവർ പൊട്ടിത്തെറിച്ചില്ല എന്ന് മാത്രമല്ല, ഇവരത് ചെയ്തിട്ടില്ല എന്ന് പോലും ഇവർ പറയുന്നില്ല. അപ്പോൾ അതാണ് ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്. ഇതിനെയൊക്കെയാണ്, ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് ഇവിടെ എടുത്തിട്ട് കുറച്ചധികം ആളുകൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് പടക്കം പൊട്ടിച്ചുകൊണ്ട് ഓടി ഓടി നടക്കുന്നത്. അപ്പോൾ എന്താ പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആളുകളെ പറ്റിയിട്ട്? അപ്പോൾ പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തങ്കപ്പൻ, നമ്മുടെ രണാസുനയുടെ അപ്പനായിട്ടുള്ള തങ്കപ്പനുണ്ട്. അപ്പൊ തങ്കപ്പനും തങ്കമ്മയൊന്നും ഇതൊന്നും കാണുന്നില്ല എന്നാണ് എന്റെ ഒരു സംശയം. മോൾ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ വരുന്നു, ഇത്തരത്തിലുള്ള കുത്സിതങ്ങൾ കാണിക്കുന്നു, പണം ഉണ്ടാക്കുന്നു, ഇതിനെ യൂട്യൂബേഴ്സ് ഒക്കെ എടുത്തിട്ട് അലക്കുന്നു. ഇതൊന്നും ഈ കൊച്ചിന്റെ വീട്ടുകാരും കാണുന്നില്ല. കണ്ടിട്ട് ഇവരാരും ഒന്നും മിണ്ടാതിരിക്കുകയാണോ? അപ്പോൾ എന്തായാലും തങ്കപ്പനും തങ്കമ്മയ്ക്കും വല്ലാത്തൊരു തൊലിക്കെട്ട് തന്നെയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, വിയർപ്പിന്റെ അസുഖമുള്ള അപ്പനും അമ്മയാണെങ്കിൽ മോള് എങ്ങനെ പൈസ കൊണ്ടുവന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കും. കാരണം ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടല്ലേ. ഒരു മുറുക്കാൻ കട അല്ലെങ്കിൽ ഒരു പെട്ടിക്കട ഇട്ട് ഇരുന്നൂടെയോ ഇങ്ങനെ ഈ നാണം കെട്ട് കൊണ്ടുവരുന്ന പൈസ മേടിച്ചിട്ട് തിന്നാനായിട്ട് ഇരിക്കാതെ? നിങ്ങൾക്കൊക്കെ ഉളുപ്പുണ്ടോ? ആ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്ന് ഇട്ടാലുള്ള കാര്യം എന്ന് വെച്ചാൽ കുറെ കഴിയുമ്പോൾ നിങ്ങളതൊക്കെ അങ്ങ് മറന്നുപോകും. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ചാനലേ വേണ്ടാന്ന് വെക്കുമായിരിക്കും. ചിലപ്പോൾ ആ ഒരു വീഡിയോസുകൾ കംപ്ലീറ്റ് നിങ്ങളൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുമായിരിക്കും. മിക്ക ആളുകളുടെയും അവസ്ഥയാണ് കേട്ടോ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇമാതിരി കുത്സിതങ്ങളും ചെറ്റത്തരങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കാണിച്ചിട്ട് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ ആ വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുമായിരിക്കും. ആ കളയുന്ന സമയത്തെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കളെല്ലാം മുതിർന്ന കുട്ടികളായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നാണക്കേട് ഉണ്ടാവാതിരിക്കാനും അവരറിയാതിരിക്കാനും വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോകൾ നിങ്ങൾ എത്ര ഡിലീറ്റ് ആക്കി കളഞ്ഞാലും പോവത്തില്ല. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ടാവും. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും വീഡിയോകൾ ഇതുപോലെ ട്രോൾ വീഡിയോ ചെയ്യുന്ന ആളുകൾ എടുക്കാറുണ്ട്. അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ, റോസ്റ്റിംഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ എടുത്തിട്ട് അലക്കാറുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പ് അവരുടെ ചാനലിൽ ആ ഇടുന്ന വീഡിയോയിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര അത് നശിപ്പിച്ചാലും അത് നശിച്ചു പോകത്തില്ല. അപ്പൊ അതാണ്, നിങ്ങൾ ഇപ്പോ സ്ട്രൈക്ക് കൊടുത്താൽ തന്നെ എത്ര പേർക്ക് കൊടുക്കും സ്ട്രൈക്ക്? എത്ര ചാനൽ ഉണ്ടെന്നെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാമോ? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിട്ടിത്തരത്തിന് പിന്നാലെ പോകാതിരിക്കുക. ഇപ്പൊ കിച്ചു എന്റെ മൂത്ത മോൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ. നിങ്ങൾ കാണിക്കുന്ന ഈ കുത്സിതങ്ങളൊക്കെ പുറത്ത് വന്നിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും നിങ്ങളുടെ ആ ഒരു പശുവിന്റെ നാക്കും നിങ്ങളുടെ ആ ഒരു ലിപ്പിൽ കാണിച്ചു വെക്കുന്ന കോലങ്ങളൊക്കെ അല്ലേ കാണുന്നത്. ഇതൊക്കെ നിങ്ങളുടെ മകൻ കാണില്ലേ? നിങ്ങളുടെ മകന്റെ കൂട്ടുകാർ കാണില്ലേ? ആ ചെറുക്കന് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? അപ്പോ ഇത്രയധികം തനതാഴാമോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല്? വിധവകളെ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് വിധവകളുണ്ട്, നമുക്ക് ഒരുപാട് വിധവകളെ അറിയുകയും ചെയ്യാം. പക്ഷെ അവരാരും ഇതുപോലെയുള്ള കോലങ്ങളൊന്നും കാണിച്ചിട്ടല്ല ജീവിക്കുന്നത്. ശരിക്കും ഈ ഒരു സ്ത്രീക്ക് കാശ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വേണ്ടാതനങ്ങൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരുടെ സ്വന്തം ചാനലില് ഇവരുടെ വീട്ടിലെ തന്നെ കാര്യങ്ങൾ, ഇവരുടെ വ്ളോഗുകൾ ഇതൊക്കെ ഇട്ടാൽ മാത്രം ഇവർക്ക് നല്ല തുക ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന കാര്യം കാട്ടപരാധത്തിന് വെച്ചിരിക്കുന്ന കാര്യമൊന്നുമല്ല. അവിടെ വന്നിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, താരാ കല്യാണിയുടെ മകൾ വന്നിട്ട് ഒരു വീഡിയോ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ ഒരു കൊച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പോകുന്നു, പക്ഷെ അത് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിന്റെ അമ്മ ഡാൻസോ ഏതാണ്ടൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പൊ അതാണ് അവർ ആ ഒരു സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് കാണിക്കുന്നത്. ഇപ്പൊ ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് വെച്ചോ, അവിടെ വന്നിട്ട് എനിക്ക് ഈ കുത്സിതങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ വന്നിട്ട് എനിക്ക് എന്താണോ ചെയ്യാൻ അറിയാവുന്ന സമൂഹത്തിന് നന്മ ഉണ്ടാകുന്ന ഒരു കാര്യം, ഇപ്പൊ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം, അപ്പൊ അത് എനിക്ക് വേണമെങ്കിൽ ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും. സബ്സ്ക്രിപ്ഷൻ ടൈമിൽ പൈസ അടച്ചു വരുന്ന ആളുകൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെ, അല്ലെ ഓരോ ഭാഗവും ഇപ്പൊ ഓരോ ദിവസമായിട്ട് ഇന്ന സംഭവത്തിന്റെ നെക്ക് എങ്ങനെ കട്ട് ചെയ്യാം. ഇതിപ്പോ കേൾക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും സബ്സ്ക്രിപ്ഷൻ വരാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എങ്ങനെ സ്റ്റിച്ചിങ് പഠിപ്പിക്കാം, ഓൺലൈനായിട്ട് എങ്ങനെ സ്റ്റിച്ചിങ് പഠിപ്പിക്കാം. അപ്പൊ അങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോ മെമ്പർഷിപ്പ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും അവർക്ക് കൊടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ. ആ ഒരു ടൈമിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ സ്റ്റിച്ചിങ് ഓൺലൈനായിട്ട് എങ്ങനെ പഠിപ്പിക്കാം, ഡാൻസ് ഓൺലൈനായിട്ട് എങ്ങനെ പഠിപ്പിക്കാം, ഡ്രോയിങ് എങ്ങനെ ഓൺലൈനായിട്ട് പഠിപ്പിക്കാം, ജ്വല്ലറി മേക്കിംഗ് എങ്ങനെ പഠിപ്പിക്കാം, ഫുഡ് ഉണ്ടാക്കുന്നത്, വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ, ഇതൊക്കെ ഓൺലൈനായിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ പറ്റുമെന്നേ. അതിനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തുണി എരിഞ്ഞ് പണം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ തുണി എരിയുമ്പോൾ ആളുകൾ കൂടുതലായിരിക്കും, പക്ഷേ ഇത് ആളുകൾ കുറവായിരിക്കും. ലക്ഷങ്ങൾ മേടിക്കാൻ പറ്റിയില്ലെങ്കിലും 10,000 ചിലപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയെന്ന് വരും.
അപ്പോൾ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ട്, ഇപ്പൊ 2 ലക്ഷം സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള ആളിനാണെങ്കിൽ അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ അവര് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഒരുപാട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. ചിലപ്പോൾ 10,000 ചിലപ്പോൾ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തു എന്നിരിക്കും. ഒരാളിൻ്റെ 150 200 ഒക്കെ രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരു 10,000 പേര് നിങ്ങളെ സബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ഒരു മാസം മേടിക്കാൻ കിട്ടും? അപ്പൊ അതൊക്കെ നല്ല കാര്യമില്ല. അങ്ങനെ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കൂ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ വഴിയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് വഴിയാണെങ്കിലും ആ സമയത്ത് വന്നിരുന്നിട്ട് ഇപ്പോൾ SSLC പഠിക്കുന്ന പിള്ളേരൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും ഇപ്പോൾ മെമ്പർഷിപ്പിനാണെങ്കിൽ സമയം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താണ് പറയുക 1 മണി അങ്ങനെ എങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു മെമ്പർഷിപ്പിനൊക്കെയുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 12 മണിക്കൊക്കെ ശേഷമാണ് തോന്നുന്നു. അപ്പോൾ ആ സമയത്തൊന്നും പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ഇന്ന് ഞാൻ ഇന്ന സംഭവമാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത ഒരു ചെറിയൊരു ഷോർട്സ് വീഡിയോ ഒക്കെ അങ്ങോട്ട് ഇടണം. എന്നിട്ട് നിങ്ങൾ അതേക്കുറിച്ചിട്ട് ചർച്ച ചെയ്യണം. അപ്പോൾ ഇതുപോലെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ആളുകളെ പഠിപ്പിക്കണം. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിനെക്കുറിച്ചിട്ടൊരു പരസ്യമോ സംഭവങ്ങളൊക്കെ കൊടുക്കണം. ഇന്നതുപോലെ ഇന്ന ദിവസം ഇന്നതുപോലെ തുടങ്ങുന്നു, ഇന്നത്തെ ദിവസം ഇന്നതാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് ഇന്നതുപോലെ ഞാൻ മെമ്പർഷിപ്പ് വഴി അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ടൈമിൽ ഞാൻ ഇന്ന സാധനങ്ങളാണ് പഠിപ്പിക്കുന്നത്, ഇന്ന കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, ഇന്ന ക്ലാസ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അതിന് ഒരു ചെറിയൊരു വീഡിയോയോ ലൈവിലൊക്കെ വന്നിട്ട് അതേക്കുറിച്ചിട്ട് നിങ്ങൾക്ക് പറയാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു സംഭവം തുടങ്ങണം. അപ്പോഴത്തേക്ക് അതിൽ ചിലപ്പോൾ ആദ്യമൊക്കെ ആളുകൾ കുറവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള നിങ്ങളുടെ കഴിവും നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള നിങ്ങളുടെ ആ ഒരു മികവൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ആളുകൾ ഇത് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർ കയറും. അപ്പോൾ ആ കയറുന്ന ആളുകൾ 10 ആളാണെങ്കിൽ 10 മതിയെന്ന് നിങ്ങളങ്ങ് വിചാരിക്കണം. അല്ലാണ്ട് ചുമ്മാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഈ അപരാധങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ള ആളുകൾ മാത്രമല്ലേ കാണുള്ളൂ എന്ന് വിചാരിക്കും. നിങ്ങൾ ആദ്യം ഓർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 300 രൂപയോ 350 ഇനി 50 രൂപ ആവട്ടെ, അത് തന്ന് കയറുന്ന ആളുകൾ അത് മാക്സിമം മുതലാക്കാനായിട്ട് നോക്കും. അതായത് അവര് ഒന്നുകിൽ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുക്കും, സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കും, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഫോൺ വെച്ച് ഇത് വീഡിയോ ആക്കി എടുക്കും. ഇതെടുക്കുന്ന സാധനം അവർക്ക് എത്ര പേർക്ക് പാസ് ചെയ്യാൻ പറ്റും അവർ അത്രയും പേർക്ക് പാസ് ചെയ്യും. ഒരാൾക്ക് കൊടുത്താൽ ആ ഒരു മേടിക്കുന്ന ആൾ ഒരു 10 പേർക്ക് വേറെ കൊടുക്കും. പിന്നീട് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഇത് പോൺ സൈറ്റിൽ വരെ പോകും. നിങ്ങൾ ആരും അറിയത്തില്ല ഇതൊന്നും. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കാണിക്കുന്ന സംഭവം ഞാൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അല്ലെ എൻ്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു അത്ര പേര് മാത്രമേ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള. അങ്ങനൊന്നും അല്ല, ഒരുപാട് ആളുകളിലേക്ക് എത്തും. ഇത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേസമയം ഞാൻ ഈ പറയുന്ന സംഭവങ്ങളാണ് അതിൽ വന്ന് ചെയ്യുന്നതെങ്കിൽ ആരറിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് നോക്കൂ. ഇത് നിങ്ങൾക്കൊരു ജീവിത മാർഗവും കൂടിയാവും. അല്ലാണ്ട് ഇമാതിരി അപരാധങ്ങൾ കാണിച്ച് ജീവിക്കാനായിട്ട് നോക്കാതിരിക്കും. എന്തൊക്കെ സംഭവങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മാത്രമല്ല, മേക്കപ്പ് പഠിപ്പിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ പ്രയോജനപ്പെടുത്താം. ശരിക്കും കുത്സിതങ്ങൾ കാണിക്കാനല്ല ഇത് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ കുറച്ച് പെണ്ണുങ്ങൾ അവർക്ക് നാണവും മാനവും ഒന്നുമില്ല, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, നാണം കെട്ടാലും വേറെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് കുറച്ചെണ്ണം ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിന് ചുങ്കം പിടിക്കാനായിട്ട് കുറെ കെട്ടിയോമാരും. എന്തൊക്കെയാണ് ഇവളൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഡ്രസ്സ് പോലും വേണ്ട, എന്തൊക്കെ അപരാധങ്ങളാണ്. ഭാവിയിൽ കുട്ടികൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കണം എന്നുള്ളൊരു ചിന്താഗതിയില്ല. ശരിക്കും ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നല്ല പൊട്ടിയിൽ കൊടുക്കണം. വീട്ടിലുള്ള ആണുങ്ങൾക്ക് നട്ടലില്ലാത്തത് കൊണ്ടാണ് ഇമാതിരി അപരാധം കാണിച്ച് നടക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ളതല്ല. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഉപയോഗപ്പെടുത്തൂ. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സ്റ്റിച്ചിങ് പഠിപ്പിക്കാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നല്ല ഒരു എന്താ പറയുന്നത് വരുമാനവും കിട്ടും, നിങ്ങൾക്ക് മാനക്കേട് ഉണ്ടാവത്തുമില്ല. അത്രേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഉദാഹരണമായിട്ട് പറഞ്ഞതെങ്കിലും ഇതൊന്നുമല്ല, നിങ്ങൾക്ക് നല്ല നല്ല രീതികൾ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും. പഠിക്കുന്നതിന്റെ ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ. സബ്സ്ക്രിപ്ഷൻ വഴിയൊക്കെ നിങ്ങൾക്ക് എടുത്ത് കൊടുത്തുകൂടെ? ആദ്യം നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവണം. എനിക്കിത് പറ്റും, ഇന്നത് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ സ്വയം അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാറന്മാർ അല്ലാതെ എടുത്തിരിക്കുന്ന, അതായത് പിള്ളേർക്ക് SSLC പഠിക്കുന്ന പിള്ളേർക്കായാലും +1 +2 അതിനൊക്കെ എടുത്തിട്ടിരിക്കുന്ന ക്ലാസ്സുകളുണ്ട്. നല്ല രീതിയിൽ എടുത്തിട്ടിരിക്കുന്ന ക്ലാസ്സുകളുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ലൊരു തലമുറയായിട്ട് മാറും. അല്ലാതെ ഇങ്ങനെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് മുണ്ടും കോണാനും ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതിന്റെ പണി കിട്ടുക തന്നെ ചെയ്യും. ഇന്ന് പണം കിട്ടും, നാളെ പണി കിട്ടും. അത് മറക്കാതിരിക്കുക.
എന്തായാലും വീഡിയോയെ കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞു കളഞ്ഞ കാര്യമാണ്. എത്ര കേട്ടാലും കൊണ്ടാലും ആരും പഠിക്കില്ല. 10,000 എവിടെ കിടക്കുന്നു, ലക്ഷങ്ങൾ എവിടെ കിടക്കുന്നു. ആളുകൾക്ക് ലക്ഷങ്ങൾ മതി. ഈ ലക്ഷങ്ങൾ നാളെ ഒരു ഉപയോഗവും ഇല്ലാത്തതായിരിക്കും. സമൂഹത്തിൽ നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുഴുത്ത പട്ടിയെ നോക്കുന്നതിനേക്കാൾ നികൃഷ്ടമായ രീതിയിൽ ജനങ്ങൾ നോക്കും. അതൊന്ന് ഓർത്ത് വെക്കുക. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയിലുള്ള പുരുഷന്മാരെ ആളുകൾ കാറി തുപ്പുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു കഫത്തിനേക്കാളും നികൃഷ്ടമായ രീതിയിലായിരിക്കും കാണുന്നത്. കൂടുതലൊന്നും പറയാനില്ല. ഇതൊക്കെ പറഞ്ഞ് മടുത്തിരിക്കുകയാണ്. പക്ഷേ എന്നാലും വീണ്ടും വീണ്ടും പറയും. നമ്മളിതിങ്ങനെ 10 വട്ടം പറയുമ്പോൾ ഒരു വട്ടമെങ്കിലും ആരെങ്കിലും കേട്ടിട്ട് ഈ ഒരു രീതി മോശമാണ് എന്ന് അവർക്ക് തോന്നിയാൽ, അവർക്ക് അങ്ങനെ ആ ഒരു ചിന്താഗതി ഉണ്ടായാൽ അത് നമ്മുടെ വിജയം തന്നെയാണ്. എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആളുകൾക്കൊക്കെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒട്ടും ഇഷ്ടപ്പെടില്ല. നമ്മൾ അന്നുള്ള വാർത്തകളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതേക്കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതൊന്നും ഒരു പൂച്ചക്കുട്ടിയോലും കേൾക്കാനോ കാണാനോ ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് അപരാധങ്ങളും കുറച്ച് കുൽസിതങ്ങളും, രേണുസുതി എങ്ങോട്ട് പോയി, ഈ പറയുന്ന ഷാജിദ ഷാജി ആരുടെ കൂടെ പോയി, അതുപോലെ നെജിലേക്ക് എത്ര കെട്ടിയോൺ വന്ന് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ വരും അത് കേൾക്കാനും കാണാനും ഒക്കെ. അതായത് ഇന്നത്തെ കാലത്തും ഇത്ര ഹൈടെക് ആണെന്ന് പറഞ്ഞാലും ആളുകൾ പരദൂഷണത്തിന് പിന്നാലെ തന്നെയാണ് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതാരും കേൾക്കാൻ നിൽക്കാത്തതും പരദൂഷണങ്ങൾ പറയുമ്പോൾ അതിന്റെ പിന്നാലെ വരുന്നതും. എന്തായാലും നമ്മൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് തരണം. പിന്നീട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു വീഡിയോ കണ്ടതിന് ശേഷം അത് ഷോർട്സ് ആയാലും മതിയാവും, ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ലൈക്ക് കൊടുത്തേക്കണം. നിങ്ങൾ കാണുന്ന വീഡിയോ ഏതാണെങ്കിലും അതിനൊരു ലൈക്ക് കൊടുത്തേക്കണം. കമന്റ് ഇടാൻ പറ്റുമെങ്കിൽ ഒരു കമന്റ് കൂടെ കൊടുക്കുക. ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു ഹാർട്ട് ഇട്ടാലും മതി, വിഷയമൊന്നുമില്ല. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ എത്തും. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.